ഉത്തർപ്രദേശിൽ യോഗി സർക്കാർ ഒരു തീരുമാനമെടുത്തിരുന്നു. അതായത് ഇപ്പോൾ റംസാൻ കാലമൊക്കെയാണല്ലോ. റംസാൻ കാലത്തായാലും ബാങ്കുകളിൽ, അതായത് ശബ്ദ മലിനീകരണം ഉണ്ടാക്കിക്കൊണ്ടുള്ള ബാങ്ക് വിളികൾ വേണ്ട എന്നാണ് തീരുമാനം. അതായത് ഈ കോളാമ്പി ഉപയോഗിച്ചുള്ള ബാങ്ക് വിളികൾ വേണ്ട എന്നൊരു തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു. അവരിപ്പോൾ ഈ നോമ്പ് കാലത്ത് പോലും അവരത് അങ്ങനെ തന്നെ അനുസരിക്കുന്നുണ്ട്, സർക്കാരുമായി സഹകരിച്ച് പോകുന്നുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒരുപക്ഷെ അത് കേരളത്തിലൊക്കെ ആയിരുന്നെങ്കിൽ ഏതൊക്കെ തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായേനെ അല്ലേ? എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ശരിക്കും പറഞ്ഞാൽ ഈ റംസാൻ കാലത്തിൽ അതിന് മുമ്പ് തന്നെ ഈ പള്ളികളിൽ വാങ്കുവിളി എന്ന് പറയുന്നത് വലിയൊരു ശബ്ദ മലിനീകരണത്തിൻ്റെ ലെവലിലേക്ക് പോകുന്നു എന്നൊരു പരാതി വന്നിരുന്നു. അതുകൊണ്ട് യോഗി ആദിത്യനാഥ് സർക്കാർ പള്ളികൾക്ക് കൃത്യമായ നിർദ്ദേശം നൽകി. നിങ്ങൾ ഉപയോഗിക്കുന്നത് കോളാമ്പി പോലെയുള്ള ശബ്ദ മലിനീകരണം വരുത്തുന്ന ഉപകരണങ്ങളാണെങ്കിൽ അത് മാറ്റണം, കാരണം അത്രയും ശബ്ദമൊന്നും പാടില്ല എന്നൊക്കെ പറഞ്ഞു. പല പള്ളികളും അത് കേട്ടില്ല. അവർ അവരുടേതായ രീതിയിൽ വലിയ കോളാമ്പികളൊക്കെ വെച്ച് വലിയ ഉച്ചത്തിൽ വാങ്കുവിളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അത് ഒരു ദിവസം 5 തവണയൊക്കെ ആയിരിക്കും ഇത് ചെയ്യുന്നത്. അപ്പോൾ യോഗി ആദിത്യനാഥ് നിയമപരമായ നടപടിക്രമങ്ങളിലേക്ക് കടന്നു. കാരണം എവിടെയും ഇത്തരത്തിലുള്ള വാങ്ക് വിളിക്കുന്ന അല്ലെങ്കിൽ ഇങ്ങനെ നിസ്കരിക്കുന്ന സമയമായി എന്ന് മറ്റുള്ളവരെ അറിയിക്കുക, അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ അറിയിക്കണമെങ്കിൽ ഇങ്ങനെ മൈക്ക് വെച്ച് വിളിച്ചു പറയണമെന്നൊന്നുമില്ല. പണ്ട് കാലത്ത് ഇത്തരത്തിൽ ഈ പള്ളിയിലെ മുസ്ലിയാർമാർ അവർ വാങ്ക് കൊടുക്കുന്നു. അപ്പോൾ ഈ ശബ്ദം കേട്ടിട്ട് സമീപവാസികളൊക്കെ വന്ന് പ്രാർത്ഥനയിൽ പങ്കെടുക്കും. ഇതൊക്കെയായിരുന്നു ഒരു സങ്കല്പം. പക്ഷെ പിന്നീട് അത് മാറുകയും പിന്നീട് വലിയ കൊളാമ്പിയൊക്കെ വെച്ചിട്ടുള്ള പിന്നെ വാങ്കുളിയൊക്കെ ആയി മാറി. ഈ അടുത്ത സമയത്ത് ഈ ഉത്തർപ്രദേശിൽ, അതായത് യോഗി ആദിത്യനാഥ് ഭരിക്കുന്ന ഉത്തർപ്രദേശിൽ ഈ വഖഫിൻ്റെ പേരുള്ള ഒരുപാട് ഭൂമികളുണ്ടെന്ന രീതിയിൽ വലിയ പ്രചരണമൊക്കെ നടത്തി. മാത്രമല്ല ചില കോളേജുകൾ, ക്യാമ്പസുകളടക്കം വരുമാനം കൂടുതൽ വിദ്യാർത്ഥികൾ പഠിക്കുന്ന കലാലയങ്ങളടക്കം ഈ വഖഫ് കയ്യേറുന്നൊരവസ്ഥയിലേക്ക് എത്തി. അന്ന് ആ കലാലയത്തിലെ വിദ്യാർത്ഥികളും അധ്യാപകരും അതിനെ സ്നേഹിക്കുന്ന ആൾക്കാരും ഒക്കെ വലിയ പ്രതിഷേധവുമായി രംഗത്തെത്തിയപ്പോൾ വഖഫ് അവരുടെ നിലപാടിൽ നിന്ന് പിന്മാറി. ഇത് ഞങ്ങളുടെ സ്ഥലമല്ല, ഞങ്ങളുടെ സ്ഥലമാണെന്നൊക്കെ അവർ പറയുന്നത് തെറ്റാണ്. അപ്പോൾ വഖഫ് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തപ്പോൾ യോഗി ആദിത്യനാഥ് പറഞ്ഞു, അപ്പോൾ നിങ്ങളുടെ കയ്യിൽ എത്ര സ്ഥലമാണ് യഥാർത്ഥത്തിലുണ്ടായിരുന്നത്, ഇപ്പോൾ അത് എത്രയുണ്ട് നോക്കുമ്പോൾ വലിയ ഡിഫറൻസ് ആണ്. അപ്പോൾ ഇത്തരം ഭൂമി എവിടെ നിന്ന് കിട്ടി എന്നതിനെക്കുറിച്ചൊക്കെ യോഗി ആദിത്യനാഥ് പരിശോധിക്കാൻ സർക്കാർ തലത്തിൽ ഉത്തരവിട്ടു. ഈ ഉത്തരവിട്ടപ്പോൾ നിലവിൽ വഖഫിൻ്റെ കയ്യിലുണ്ടായിരുന്നതിൻ്റെ ഏതാണ്ട് 100 ഇരട്ടിയോളം വരുന്ന സ്ഥലം വഖഫ് ഓൾറെഡി കയ്യേറി കഴിഞ്ഞു. അത് പുറമ്പോക്ക് സ്ഥലമാകാം, ചില വ്യക്തികളുടെ സ്ഥലമാകാം. ഇത്തരത്തിലുള്ള നിലപാടുകളുമായി മുന്നോട്ട് പോയാൽ വഖഫിനെതിരെ കർശന നടപടിയെടുക്കും എന്നൊരു തരത്തിലേക്ക് നീങ്ങി. അതോടുകൂടി വഖഫ് ബോർഡ് ഒന്ന് ഒതുങ്ങി നിൽക്കുകയായിരുന്നു. ഇപ്പോൾ അടുത്ത പ്രശ്നം എന്ന് പറയുന്നത് വീണ്ടും പള്ളികളിലേക്ക് വാങ്കൊക്കെ വിളിക്കുന്നു. അപ്പം യോഗി ആദിത്യനാഥ് പറഞ്ഞു, നിങ്ങൾ മറ്റുള്ളവർക്ക് ഉപദ്രവമാകുന്ന തരത്തിൽ നിങ്ങളുടെ ആരാധനാക്രമങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകരുത്. എന്നിട്ടും ഇക്കാര്യങ്ങളൊക്കെ അവർ അനുസരിക്കാതിരുന്നപ്പോൾ സർക്കാർ ഇടപെടുകയും ഈ ശബ്ദമലിനീകരണം വരുത്തുന്ന പള്ളികളിൽ നിന്ന് ഈ വാങ്ക് വിളിക്കുന്ന, അത് പുറത്തേക്ക് വിളിക്കുന്ന വലിയ കോളാമ്പികൾ, ഈ കോളാമ്പികൾ സത്യത്തിൽ എവിടെയും ഉപയോഗിക്കാൻ പാടില്ല. അത്രയും വലിയ ശബ്ദമാണ് പുറത്തേക്ക് അത് വമിപ്പിക്കുന്നത്. അതുകൊണ്ട് ഇത്തരം കോളാമ്പികൾ മാറ്റും എന്നൊരു മുന്നറിയിപ്പ് നൽകി. അവർ മൈൻഡ് ചെയ്തില്ല. ഒടുവിൽ നിയമപരമായ നടപടിക്രമങ്ങളിലേക്ക് കടക്കുകയും പള്ളികളിൽ നിന്ന് ഇത്തരത്തിലുള്ള വലിയ കോളാമ്പികൾ, ഇത് പള്ളികളുടെയൊക്കെ മുകളിലായിരിക്കും വെച്ചിരിക്കുന്നത്, അപ്പോൾ ദൂരത്തിലേക്ക് ശബ്ദം പോകും, അത് അഴിച്ചു മാറ്റി. ഒന്നും ചെയ്യാൻ പള്ളിക്കല്ല, നിയമപ്രകാരമാണ് അവർ കാര്യങ്ങളെല്ലാം ചെയ്തത്. അപ്പോൾ അവിടുത്തെ മുസ്ലിയാർമാർ അല്ലെങ്കിൽ ഇതിന് ഈ വാങ്ക് വിളിക്കാനുള്ള അധികാരപ്പെട്ട മുസ്ലിം പണ്ഡിതന്മാരൊക്കെ ഉണ്ട്. അവർ ഈ പള്ളിയുടെ മുകളിൽ കയറി ഒച്ചത്തിൽ വിളിക്കാൻ തുടങ്ങി. ശബ്ദം കേൾക്കുമ്പോൾ അത് കേട്ടിട്ട് ആളുകൾ വരട്ടെ. അപ്പം ഈ ശബ്ദമലിനീകരണം സൃഷ്ടിക്കുന്നു എന്നതുകൊണ്ടാണ് ഇത് ഒഴിവാക്കിയത്. ഇവർക്ക് ആ കോളാമ്പി മാറ്റി ചെറിയ ബോക്സ് പോലെയുള്ളതോ ചെറിയ സംവിധാനങ്ങളോ വെച്ചാൽ മതിയായിരുന്നു. പക്ഷേ സർക്കാർ പറഞ്ഞിട്ടും അവർ അനുസരിക്കാത്തത് കൊണ്ടാണ് യോഗി ആദിത്യനാഥ് നിലപാട് സ്വീകരിച്ചത്. ഇപ്പം മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പുണ്യമാസമാണ്. ഒരു മാസം നോമ്പ് കാലമാണ്. അതായത് പകൽ സമയങ്ങളിൽ അന്നപാനീയങ്ങൾ എല്ലാം ഉപേക്ഷിക്കും. എന്നിട്ട് അവർ ദൈവത്തിൽ മാത്രം വിശ്വസിച്ച് കഴിയുന്നു. ഇതാണ് കോൺസെപ്റ്റ്. ഈ കോൺസെപ്റ്റ് അനുസരിച്ച് ഇത് ചെയ്യുമ്പോൾ പ്രശ്നം എന്ന് പറയുന്നത് പുലർച്ചെ 12 മണിക്കും 3 മണിക്കും ഇടയിലെങ്ങാനാണ് ഇവർ അവസാനമായിട്ട് ഭക്ഷണം കഴിക്കുന്നത്. 3 മണി 4 മണി കഴിഞ്ഞാൽ പിന്നെ ഭക്ഷണം കഴിക്കില്ല. പിന്നീട് ആ പകൽ സമയത്ത് അവരുടേതായ നടപടിക്രമങ്ങൾ, ജോലികളെല്ലാം അവരുമായിട്ട് മുന്നോട്ട് പോകും. പക്ഷേ വെള്ളം പോലും ഇറക്കാതെ മുന്നോട്ട് പോകണമെന്നാണ്. അങ്ങനെയാകുമ്പോൾ വൈകിട്ട് ഏതാണ്ട് 6-6:30 മണിയാകുമ്പോഴാണ് ഈ നോമ്പ് മുറിക്കുക എന്ന് പറയുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തുക. അതായത് അന്നത്തേക്ക് അവർക്ക് ഭക്ഷണം കഴിക്കാൻ കഴിയുന്ന സമയം. ഈ സമയം ചിലപ്പോൾ ഇവർ ജോലിയിലായിരിക്കും, ചിലപ്പോൾ ക്ഷീണം കൊണ്ട് ചിലർ കിടന്നുറങ്ങും, മറ്റ് പണികളിൽ ഏർപ്പെടും. അപ്പോൾ സ്വാഭാവികമായിട്ടും പള്ളികളിൽ നിന്ന് വാങ്ക് മുഴങ്ങുമ്പോഴാണ് അറിയുന്നത് ഏതാണ്ട് നോമ്പ് അവസാനിക്കാനുള്ള സമയമായിരുന്നു. പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ യോഗി ആദിത്യനാഥ് സർക്കാർ പറഞ്ഞത് അനുസരിക്കാത്തതുകൊണ്ട് പല പള്ളികളിൽ നിന്നും ഇത്തരത്തിലുള്ള കോളാമ്പികൾ നീക്കം ചെയ്തിരുന്നു. ഇതേ പള്ളികളും പള്ളിയുടെ ചുറ്റുപരിസരത്തും ഒക്കെ ഉള്ള ആൾക്കാർ ഇപ്പം നോമ്പ് പിടിക്കുന്നുണ്ട്. പക്ഷേ എന്ത് ചെയ്യാനാ, സർക്കാർ നിയമം അംഗീകരിക്കാത്തതുകൊണ്ട്, സർക്കാർ പറഞ്ഞത് കേൾക്കാത്തതുകൊണ്ട് അവിടെ ഇത് വിളിച്ചറിയിക്കാൻ സൗകര്യങ്ങളില്ല. അപ്പോൾ വീണ്ടും ഈ മുസ്ലിയാർമാർ അതിൻ്റെ മുകളിലേക്ക് കയറിയുന്ന ഒച്ചത്തിൽ
അവർ വാങ്ങി വിളിക്കുകയാണ്. അപ്പോൾ ഈ ശബ്ദം കേൾക്കുമ്പോഴാണ് സമീപത്തുള്ള ഈ വിശ്വാസത്തിൽപ്പെട്ട ആൾക്കാരൊക്കെ സമയമായി, ഇനി നോമ്പ് മുറിക്കണമല്ലോ, ഇനി ഭക്ഷണം കഴിക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞു വന്നത്. സത്യത്തിൽ ഇവർ ഒരു വടി കൊടുത്ത് അടി മേടിച്ചു എന്ന് പറയുന്ന പോലൊരു കാര്യമായി. അന്ന് സർക്കാർ പറഞ്ഞത് ഇവർ അനുസരിച്ചിരുന്നെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാകുമായിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കി. അത് തീർച്ചയായിട്ടും അന്ന് സർക്കാർ പറഞ്ഞ കാര്യങ്ങൾ വളരെ കൃത്യമായി അനുസരിക്കുകയും നിയമത്തിന്റെ വഴിയെ പോവുകയും ചെയ്തായിരുന്നെങ്കിൽ ഇത്തരത്തിലൊരു ബുദ്ധിമുട്ട് അവർക്കുണ്ടാകില്ല എന്നതായിരുന്നു യാഥാർത്ഥ്യം. പക്ഷെ അത് കണക്കിലെടുക്കാതെ ഗവൺമെന്റിനെ വെല്ലുവിളിക്കുന്ന രീതിയിലേക്ക് പോവുകയും നിയമത്തിനൊന്നും ഒരു പ്രാധാന്യവുമില്ല, മതങ്ങൾക്കാണ് അല്ലെങ്കിൽ മതനിയമങ്ങൾക്കാണ് പ്രാധാന്യം എന്ന രീതിയിലുള്ള ഒരു പരമ്പരാഗത വിശ്വാസത്തിന്റെ പുറത്തു പോയത് കൊണ്ടാണ് ഇത്രയും ഒരു ബുദ്ധിമുട്ട് അവർക്ക് അനുഭവിക്കേണ്ടി വന്നത്. ഈ യോഗി ആദിത്യനാഥിന്റെ ഈ ഒരു നിർദ്ദേശം ആദ്യം തന്നെ അവർ പരിഗണിച്ചിരുന്നെങ്കിൽ ഇത്തരത്തിലൊരു പ്രശ്നം അവർക്ക് ഉണ്ടാകില്ലായിരുന്നു എന്നുള്ളത് സത്യം തന്നെയാണ്. ഇപ്പോൾ പക്ഷെ ഞാൻ ചോദിക്കുന്നത്, ഈ കേരളത്തിലൊക്കെയാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ വന്നിരുന്നെങ്കിൽ ഇവിടെ എന്താണ് പ്രൊട്ടക്ഷനും സമരങ്ങളും അങ്ങനത്തെ അത്തരത്തിലുള്ള പല പ്രശ്നങ്ങളും ഉണ്ടാകുമായിരുന്നു. സുപ്രീം കോടതി ഓൾറെഡി തന്നെ ഇത്തരത്തിലുള്ള ശബ്ദമലിനീകരണം ഉണ്ടാക്കുന്നത് കൊണ്ട് ഇത് ഉപയോഗിക്കരുത്, ഈ കോളാമ്പി ഉപയോഗിച്ചുള്ള പരിപാടികൾ വേണ്ട എന്ന തരത്തിൽ വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അത് ചില സംസ്ഥാനങ്ങളിലൊക്കെ ഇവർക്ക് ഒരു ആനുകൂല്യം സംസ്ഥാന സർക്കാർ ചെയ്തു കൊടുത്തിട്ടുണ്ട്. പക്ഷെ അല്ലാത്ത രീതിയിൽ അവർക്ക് ഇപ്പം UP പോലുള്ള സംസ്ഥാനങ്ങളിൽ ആ സർക്കാർ എന്താണോ തീരുമാനിക്കുന്നത് അതനുസരിച്ച് മുന്നോട്ട് പോകേണ്ടി വരും. അത് അനുസരിക്കൂല എന്നത് ഒരു നിയമത്തോടുള്ള വെല്ലുവിളി തന്നെയാണ് അല്ലേ? അതെ, തീർച്ചയായിട്ടും. ഇതിപ്പം നിയമത്തിൽ അനുശാസിക്കുന്ന പോലെ അനുവദനീയമായ ശബ്ദപരിധിയിലുള്ള ഉച്ചഭാഷകൾ ഉപയോഗിച്ച് ഇവർക്ക് വാങ്ങി വിളിക്കാം. അതുപോലെ തന്നെ ഇത് ലംഘിക്കുകയാണെങ്കിൽ മതപരമായ സ്ഥലങ്ങൾക്കെതിരെ യോഗി ഭരണകൂടം നടപടി സ്വീകരിക്കും. ഇതാണ് നേരത്തെ പറഞ്ഞത്. അത് കൃത്യമായിട്ട് അവർ സ്വീകരിച്ചു. ഇപ്പോൾ ഇത് പ്രധാനമായിട്ട് സംഭവിച്ചേക്കുന്നത് സാംബാൽ, ബറേലി, മൊറാദാബാദ് തുടങ്ങിയ ജില്ലകളിൽ ഈ ഉച്ചഭാഷണി വഴി നൽകുന്ന ഈ സന്ദേശം ഉണ്ടല്ലോ, അതായത് വാങ്കുവിളി, അത് നിർത്തിവെച്ചിരിക്കുകയാണ്. ഇനിയിപ്പം ഇതിനെതിരെ വലിയ പ്രശ്നമുണ്ടായപ്പോൾ സ്വാഭാവികമായിട്ടും ചില മുസ്ലിം സംഘടനകൾ, രാഷ്ട്രീയ പാർട്ടികൾ രംഗത്ത് വന്നു. പ്രധാനമായും ഓൾ ഇന്ത്യ മജ്ലിസ് ഇത്താഹുദുൽ മുസ്ലിമീൻ, അതുപോലെ ഓൾ ഇന്ത്യ മുസ്ലിം യൂണിറ്റി അസോസിയേഷൻ എന്നിവരാണ് ഇപ്പോൾ പരാതിയുമായിട്ട് വന്നത്. സ്വാഭാവികമായിട്ടും ഈ പരാതിക്കാർ ജില്ലാ ഭരണകൂടത്തെയാണ് സമീപിക്കുന്നത്. ഇപ്പോൾ ഇവരുടെ ആവശ്യം എന്താണെന്ന് അറിയാം, ഈ നോമ്പ് മുറിക്കുന്ന സമയമുണ്ടല്ലോ അത് ഒന്ന് അറിയിക്കാൻ വേണ്ടി ഒരു 2 മിനിറ്റത്തേക്ക് ഞങ്ങൾ ഈ ഉച്ചഭാഷ ഒന്ന് ഉപയോഗിക്കാൻ അനുവദിച്ചോട്ടെ. അപ്പോൾ നേരത്തെ ഇക്കാര്യം പറയുകയും അന്ന് അതിനെ ചെവിക്കൊള്ളാതിരിക്കുകയും ചെയ്യുന്നതുകൊണ്ട് സർക്കാരിന് എന്ത് നിലപാട് വേണമെങ്കിലും സ്വീകരിക്കാം. അന്ന് സർക്കാർ പറയുന്ന അനുസരിക്കുകയും ഈ പറയുന്ന ശബ്ദമലിനീകരണം സൃഷ്ടിക്കുന്ന ഉച്ചഭാഷകൾ ഒഴിവാക്കുകയും ചെയ്തിരുന്നെങ്കിൽ ഒരുപക്ഷെ സർക്കാർ മതപരമായ കാര്യങ്ങൾ ഇത്തരം കൈകടത്തൽ ഉണ്ടാകുമായിരുന്നില്ല. അപ്പോൾ ഇവിടെ ചെയ്തത് നിയമപരമായി നിങ്ങൾ ഇത് ചെയ്യരുതെന്ന് പറയുമ്പോൾ അത് പറ്റില്ല, ഞങ്ങൾ ഭൂരിപക്ഷ പ്രദേശമാണ്, ഞങ്ങൾ ഇഷ്ടംപോലെ ചെയ്യുന്നുള്ള അഹംഭാവം കാണിച്ചു. പക്ഷേ മുഖ്യമന്ത്രി എന്ന് പറയുന്നത് യോഗി ആദിത്യനാഥ് ആണ്, അതുപോലെ ആ സ്ഥലം ഉത്തർപ്രദേശാണ്. അപ്പോൾ അവർ തീരുമാനിക്കുന്ന കാര്യങ്ങൾ, കാരണം പ്രയാഗ്രാജിൽ ഒരു കുംഭമേള നടത്തി യാതൊരു പരാതിയും പരിഭവവും ഇല്ലാതെ ഒരു വലിയ മേള നടത്തി പൂർത്തിയാക്കിയവരാണ്. ലോകത്തിന്റെ മുഴുവൻ അഭിനന്ദനം ഏറ്റുവാങ്ങിയ ഒരു സർക്കാർ. ആ സർക്കാരിന് ഇതുപോലെയുള്ള ചെറിയ കാര്യങ്ങൾ നടപ്പാക്കാൻ എത്ര ഈസി ആയിട്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതിനെ വെല്ലുവിളിച്ചുകൊണ്ട് ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട കുറച്ച് ആൾക്കാർ, പൂർണ്ണമായി എല്ലാ ആൾക്കാരെന്ന് പറയില്ലല്ലോ, പള്ളികളുടെ മുകളിൽ നിന്ന് വലിയ ഉച്ചഭാഷണി വെക്കുന്നത് മറ്റുള്ളവർക്ക് ശല്യമാണ്, ബുദ്ധിമുട്ടുണ്ടാക്കുന്നു, നിങ്ങളത് ഒഴിവാക്കണമെന്നേ പറഞ്ഞുള്ളൂ. അതുകൊണ്ട് നിവൃത്തിയില്ലാതെ വന്നപ്പോൾ സർക്കാർ നടപടി എടുത്ത് ഈ കോളാമ്പികൾ ഒഴിവാക്കി. ഇപ്പൊ എന്ത് സംഭവിച്ചു, ഈ പള്ളിയിൽ അതിന്റെ ചുമതലപ്പെട്ടവർക്ക് മുകളിൽ കയറി വളരെ ഉച്ചത്തിൽ, അവരെ കൊണ്ട് കഴിയുന്ന അത്ര ഉച്ചത്തിൽ അവർ വാങ്ങി വിളിക്കുന്നു. ഇതിന്റെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞു, ഭക്ഷണം കഴിക്കില്ല, വെള്ളം കുടിക്കില്ല, എന്തിന് തുപ്പൽ പോലും ഇറക്കാതിരിക്കണം എന്നാണ് അവരുടെ വിശ്വാസം. അങ്ങനെ തളർന്നിരിക്കുന്ന ഒരാൾ എത്ര ഉച്ചത്തിൽ വാങ്ങി വിളിക്കാൻ കഴിയും? ആ ശബ്ദം എത്ര ദൂരത്തേക്ക് പോകും? അപ്പം വെറുതെ ഒരു പോരിന് ഇറങ്ങി UP സർക്കാരുമായിട്ട്, അതിന്റെ ഫലം അവർക്ക് തന്നെ കിട്ടി. ഇനിയെങ്കിലും ഇത്തരം കാര്യങ്ങൾ ഇവരൊരു മിതത്വം പാലിച്ചാൽ അവർക്ക് കൊള്ളാം. അപ്പോൾ ഉത്തർപ്രദേശ് സർക്കാരിന്റെ ഒരു നിയമപരമായ കാര്യങ്ങൾക്ക് തർക്കിക്കാൻ പോയതാണ് ഈ പള്ളിക്കാർ. ആ തർക്കിക്കാൻ പോയ പള്ളിക്കാർക്ക് ഇപ്പോൾ നോമ്പ് കാലമായപ്പോൾ വലിയ ഇരുട്ടടിയായി. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രാവിലെ മുതൽ ഭക്ഷണം കഴിക്കാതെ തളർന്നിരിക്കുന്ന ആളുകൾക്ക് ഈ വാങ്കുവിളിയുടെ ശബ്ദം കേൾക്കുമ്പോൾ അവരുടെ അന്നത്തെ പ്രവൃത്തികൾ അവസാനിപ്പിക്കാം. ഇനി ക്ഷീണം കൊണ്ട് കിടന്നുറങ്ങുന്നവർ ഉറക്കത്തിൽ നിന്ന് ഉണരാം. ബാക്കിയുള്ള പ്രവൃത്തി കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോകുന്നവരാണെങ്കിൽ ബസ് നിർത്തി അല്ലെങ്കിൽ വാഹനം നിർത്തി അടുത്ത പള്ളിയിലേക്ക് പോയി നോമ്പ് മുറിക്കുക, ഇതൊക്കെ ചെയ്യാൻ കഴിയുമായിരുന്നു. അപ്പോൾ 3-4 ജില്ലകളിൽ ഇത്തരത്തിൽ യാതൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. ഒരു മനുഷ്യന് എത്രത്തോളം ശബ്ദത്തിൽ വാങ്ങി വിളിക്കാൻ കഴിയുമോ ആ ശബ്ദത്തിൽ മാത്രമേ മറ്റുള്ളവർ അറിയൂ. പിന്നെ ഇനി ചെയ്യാൻ കഴിയുന്നത് എന്താ, സമയം നോക്കി ഏകദേശം പള്ളികളിലേക്ക് പോയോ വീടുകളിലേക്ക് പോയോ നോമ്പ് മുറിക്കാനായിട്ട് ശ്രമം നടത്തുക. അപ്പോൾ ഒരു സർക്കാർ ഒരു നിയമം നടപ്പാക്കുമ്പോൾ ഞങ്ങൾ ഈ നിയമത്തിന് അതീതരാണെന്നും ഞങ്ങൾ സംതിങ് സ്പെഷ്യൽ ആണെന്നുള്ള രീതിയിൽ ആരെങ്കിലും ചിന്തിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്താൽ എന്ത് സംഭവിക്കുമോ എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഉത്തർപ്രദേശ് സർക്കാർ കാണിച്ചു കൊടുത്തത്, അല്ലെങ്കിൽ യോഗി സർക്കാർ കാണിച്ചു കൊടുത്തത്. അതിന് തെറ്റെന്ന് നമുക്ക് പറയാനും പറ്റില്ലല്ലോ. അതെ, തീർച്ചയായിട്ടും അത് തെറ്റാന്ന് പറയാൻ പറ്റില്ല. നിയമം നിയമത്തിൻ്റെ വഴിക്ക് പോകും.